ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി മൊത്തം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം സഭാചരിത്രത്തിൻ്റെ തുടർച്ചയായിട്ട് ചാപ്റ്റർ 19 ഹിസ്റ്ററി ഓഫ് ദി കാത്തോലിക്കേറ്റ് ഓഫ് ദി ഈസ്റ്റ്. കാത്തോലിക്കേറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നതിൻ്റെ കൺക്ലൂഡിംഗ് ആയിട്ടുള്ള പാഠമാണ്. അതിനെപ്പറ്റി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പഠിപ്പിക്കാം എന്ന് വിചാരിക്കാം. കാത്തോലിക്കേറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മലങ്കര സഭയിൽ എത്രമാത്രം പ്രസ്റ്റീജിയസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളടങ്ങുന്ന കാത്തോലിക്കേറ്റിൻ്റെ കീഴിൽ ജീവിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൻ്റെ മെമ്പേഴ്സായ നമ്മൾക്ക് മിക്കവാറും പേർക്ക് മനസ്സിലായിട്ടില്ല. അതൊന്ന് മനസ്സിലാക്കിക്കാനും അതനുസരിച്ചുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയോടെ പരിശുദ്ധ സഭയെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു ശ്രമമാണ് ഈ പാഠത്തിലൂടെ നടത്തുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വേഴ്സ് ഈസ് സെൻറ്റ് മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 28. I say to you that in the regeneration, when the Son of Man sits on the throne of his glory, you who have followed me will also sit on 12 thrones, judging the 12 tribes of Israel. ഇസ്രായേലിൻ്റെ 12 ട്രൈബ്സ് അല്ലെങ്കിൽ ഗോത്രങ്ങളെ ജഡ്ജ് ചെയ്യുന്നതായിട്ട് 12 സിംഹാസനങ്ങളിൽ ഡിസൈപ്പിൾസ് 12 പേരെയും ഇരുത്തുമെന്ന് നമ്മൾ വായിക്കുന്ന വേദഭാഗമാണ് ഇപ്പോൾ നമ്മൾ സെൻറ്റ് മാത്യു 19:28 കണ്ടത്. ഏത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനും അതിൻ്റെ ഒരു നെർവ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡുണ്ട്. ഒരു സ്റ്റേറ്റിനാണെങ്കിൽ അതിൻ്റെ ചീഫ് മിനിസ്റ്ററുണ്ട്. ഒരു നേഷൻ, ഇന്ത്യ പോലൊരു നേഷനാണെങ്കിൽ അതിൻ്റെ പ്രൈം മിനിസ്റ്ററുണ്ട്. അങ്ങനെ നമ്മുടെ സഭയുടെ സുപ്രീം ഹെഡ് എന്ന് പറയുന്നത് കാത്തോലിക്കോസാണ്. അപ്പോൾ ആ കാത്തോലിക്കോസിനെ പറ്റിയും എങ്ങനെ ആ പർട്ടിക്കുലർ ലെവലിൽ നമ്മൾ എത്തി എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വി നോ ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് അവർ ചർച്ച് ഈസ് അറ്റ് ദേവലോകം, കോട്ടയം. ആൻഡ് ദ ഹെഡ് ഓഫ് ദ ചർച്ച് ഈസ് ഹിസ് ഹോളിനെസ് ദി കാത്തോലിക്കോസ്. ഇപ്പോഴത്തെ കാത്തോലിക്കോസിൻ്റെ പേര് നമുക്ക് എവർക്കും അറിയാം. പല പരീക്ഷകളും ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ മിക്കവാറും പേര് എഴുതിയിട്ടുള്ളതാണ്. ഒന്നുകൂടി അറിവിലേക്ക് പറയാം. ഹിസ് ഹോളിനെസ് ബസേലിയോസ് മർത്തോമ പൗലോസ് സെക്കൻഡ് അല്ലെങ്കിൽ ദ്വിതീയൻ. ദ കാത്തോലിക്കോസ് റെയിൻസ് ഓൺ ദ ത്രോൺ ഓഫ് സെൻറ്റ് തോമസ് എന്നാണ്. മർത്തോമാസ്ലിഹയുടെ ശ്ലൈഹിക സിംഹാസനത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ കാത്തോലിക്ക ബാവയായ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ ഇരുന്ന് ഭരിക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ കേട്ടിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്. ആ കാത്തോലിക്കേറ്റിൻ്റെ ഹിസ്റ്ററിയെ പറ്റി നമുക്കൊന്ന് ചുരുക്കമായിട്ട് പഠിക്കാം. വി ഓൾവേസ് ഹിയർ ഇൻ ഹിസ് ഹോൾനെസ് കൽപ്പനാസ് ഓർ കൽപ്പനാസ് ഫ്രം അവർ ഡയസിസ് മെട്രോപൊളിറ്റൻ എബൌട്ട് ദി ത്രോൺ ഓഫ് സെൻറ്റ് തോമസ്. നമ്മൾ വിചാരിക്കും ഈ ത്രോൺ ഓഫ് സെൻറ്റ് തോമസ് നമ്മൾ കേൾക്കാറുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ല. സെൻറ്റ് തോമസിനെ കണ്ടിട്ടില്ല. പിന്നെ ഈ സെൻറ്റ് തോമസിന് ത്രോൺ ഉണ്ടായിരുന്നു, സെൻറ്റ് തോമസ് ഒരു കിങ് ആയിരുന്നു, പിന്നെ എങ്ങനെ ത്രോൺ വരുന്നത്, ഇങ്ങനെയൊക്കെ സംശയങ്ങൾ നമുക്ക് വരാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ ത്രോൺ എവിടെയാണ്? ഇപ്പം ഹെഡ് ക്വാർട്ടേഴ്സ് ദേവലോകത്താണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ത്രോൺ ഓഫ് സെൻറ്റ് തോമസ് എവിടെയാണ്? നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ സംശയം നമുക്ക് വരാം. ചിലപ്പോൾ കാലത്ത് കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പല കുട്ടികളും ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ് ഈ സംശയം. വലുതായി കഴിഞ്ഞാലും ഇത്തരം സംശയങ്ങൾ തീരുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. കാര്യം നമ്മുടെ സഭയെപ്പറ്റി വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള സില്ലി ഡൗട്ട്സ് നമുക്ക് പൊങ്ങി വരാം. അങ്ങനെ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് കൂടിയാണ് ഈ ചാപ്റ്റർ. വിശ്വാസവും പൈതൃകവും, ഹെറിറ്റേജ് ആൻഡ് ട്രഡീഷൻ വി ഇൻഹെറിറ്റഡ് ഫ്രം Saint Thomas, the disciple of Jesus Christ. The heritage and authority of Saint Thomas inherited from the earliest times, especially when he, like the other disciples, was entrusted with many spiritual duties and powers by his master Jesus Christ. Those particular heritage and authority is considered as the throne of Saint Thomas. അപ്പം ത്രോൺ ഓഫ് സെൻറ്റ് തോമസ് എന്ന് പറയുന്നത് ഒരു ത്രോൺ ഇല്ലാഞ്ഞിട്ടൊരു ഇമാജിനറി ആയിട്ട് ജസ്റ്റ് ഒരു ഫാഷന് വേണ്ടി പറയുന്നതല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ദി ഹെറിറ്റേജ് ആൻഡ് അതോറിറ്റി ഓഫ് സെൻറ്റ് തോമസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ്. അപ്പം അറിയാം, ഏർലിയസ്റ്റ് ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്ന ഗുരുവിൽ നിന്ന് ഡയറക്റ്റായിട്ട് സ്വീകരിച്ച ഹെറിറ്റേജ് ആൻഡ് അതോറിറ്റിയാണ് സെൻറ്റ് തോമസിന് കിട്ടിയിരിക്കുന്നത്, മറ്റ് ശിഷ്യന്മാർക്കും കിട്ടിയിരിക്കുന്നത്. മറ്റ് ശിഷ്യന്മാർക്ക് കിട്ടിയിരിക്കുന്ന സെൻറ്റ് തോമസ് കിട്ടിയിരിക്കുന്നത് തമ്മിൽ വ്യത്യാസമില്ല, പദവിയിൽ വ്യത്യാസമില്ല, പവറിൽ വ്യത്യാസമില്ല. അങ്ങനെ മറ്റ് ശിഷ്യന്മാരെ പോലെ തന്നെ സെൻറ്റ് തോമസിന് കിട്ടിയിരിക്കുന്ന ഹെറിറ്റേജും അതോറിറ്റിയുമാണ് നമ്മളിന്ന് ത്രോൺ ഓഫ് സെൻറ്റ് തോമസ് എന്ന് പറയുന്നത്. ആദിമകാലത്തെ നമ്മുടെ സഭയുടെ
അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇന്നത്തെ സുപ്രീം ഹെഡിൻ്റെ പേരാണ് കാത്തോലിക്കോസ് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ പേര് വേദത്തലവൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹെഡ്. സ്പിരിച്വൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ അവസാന വാക്കായിരിക്കുന്ന ഫൈനൽ അതോറിറ്റി ആയിരുന്ന ആളെങ്കിൽ തലവൻ എന്ന് പറഞ്ഞാൽ ഹെഡ്. അങ്ങനെയുള്ളൊരു ഹെഡിൻ്റെ പേരാണ് വേദത്തലവൻ, അല്ലെങ്കിൽ എൻ്റെ ട്രാൻസ്ലേഷൻ സ്പിരിച്വൽ ഹെഡ്. ജാതിക്ക് കർത്തവ്യൻ എന്ന് പറഞ്ഞാൽ ജാതികൾക്ക് വേണ്ടി അവൻ്റെ കർത്തവ്യം ദൈവത്തിൻ്റെ മുന്നിൽ നിർവഹിക്കുന്ന വ്യക്തി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ, ഡിഫറെൻറ്റ് കാസ്റ്റ് ഓഫ് പീപ്പിൾ, ക്രിസ്ത്യൻസ് ഓർ നോൺ ക്രിസ്ത്യൻസ്, അവർക്ക് വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കുന്ന വ്യക്തിക്കാണ് അതിൻ്റെ മലയാളം പേരാണ് ജാതിക്ക് കർത്തവ്യൻ. ആൻഡ് ഓൾസോ ഹി ഓർ ഷീ ക്യാൻ ബി കൺസിഡർ ആസ് ദി ഹെഡ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഓൾസോ. ആർച്ച് ഡീക്കൻസ്. കൂനംഗ്രോസ് ഓത്തിൻ്റെ സമയത്ത് അന്നത്തെ അവരുടെ ലീഡറിൻ്റെ പേര് ആർച്ച് ഡീക്കൻ എന്നായിരുന്നു, ഒരു ആർച്ച് ഡീക്കനായിരുന്നു. മർത്തോമ മെട്രോപോളിറ്റൻസ്. അപ്പോൾ ആർച്ച് ഡീക്കൻസിന് ശേഷം വന്ന ആ പർട്ടിക്കുലർ പൊസിഷൻ പിന്നെ ഡിറൈവ് ചെയ്ത പൊസിഷൻ്റെ പേരാണ് മർത്തോമ മെട്രോപോളിറ്റൻസ്. അതിനുശേഷം ഏകദേശം വടശ്ശേരി തിരുവിൻ്റെ കാലത്തൊക്കെ വരുന്നതിന് കുറച്ചുകൂടി പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് മലങ്കര മെട്രോപോളിറ്റൻസ്. വടശ്ശേരി തിരുവിൻ്റെ കാലം ചെയ്ത ശേഷം ആ മലങ്കര മെട്രോപോളിറ്റൻ എന്നുള്ള പൊസിഷനും കത്തോലിക്കോസ് എന്നുള്ള പൊസിഷനും ഒരു ആളിൽ തന്നെ ഒന്നിച്ച് മെർജ് ചെയ്തു. അവിടെ തൊട്ട് കാത്തോലിക്കോസ് ആൻഡ് മലങ്കര മെട്രോപോളിറ്റൻ എന്നുള്ള ഒന്നിച്ചുള്ള പൊസിഷനാണ്. ഇപ്പോൾ ഫൈനലി വി ഹാഡ് റീച്ച്ഡ് എ പോയിൻറ്റ് ദാറ്റ് ദി സുപ്രീം ഹെഡ് ഈസ് കോൾഡ് ആസ് ദി കാത്തോലിക്കോസ്. അപ്പം ഈ പൊസിഷൻസ് എല്ലാം അത് റിയൽ ഇൻഹെറിറ്റേഴ്സ് ആൻഡ് സക്സസേഴ്സ് ഓഫ് ദി ത്രോൺ ഓഫ് സെൻറ്റ് തോമസ്. ഇതാണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാത്തോലിക്കോസ് എന്നുള്ള പേര് എവിടെ നിന്നുണ്ടായെന്നാണ്. നമുക്കറിയാം ഇന്നത്തെ പല പൊസിഷൻസും ഇന്ത്യയിലെ ഓരോ പൊസിഷൻസും മിക്കവാറും എല്ലാ പൊസിഷൻസും പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ ഇവിടെ വന്ന് ഭരിച്ച സമയത്ത് അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ ഫോം ചെയ്ത് ഉറപ്പിച്ച പൊസിഷൻസാണ് ഇന്നും ഏറെക്കുറെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റിന് ഒരു ഗവർണർ ഉണ്ടാകും. അന്ന് ഇംഗ്ലീഷുകാരുണ്ടായിരുന്ന കാലത്തെ ഗവർണർ ഉണ്ടായിരുന്നു. അതുപോലെ പല പൊസിഷൻസും ആ പർട്ടിക്കുലർ പൊസിഷൻസിൻ്റെ പേര് ഡെവലപ്പ് ചെയ്ത പഴയ കാലത്തെ ഇംഗ്ലീഷുകാരാണെന്ന് വെക്കാം. അതുപോലെ കാത്തോലിക്കോസ് എന്നുള്ള പേരുണ്ടായത് ഇത് ഏൻഷ്യൻ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകും. ദ ടൈറ്റിൽ കാത്തോലിക്കോസ് വാസ് ഗിവൺ ടു ദ പ്രൈമേറ്റ്സ് ഓഫ് ചർച്ചസ് ഔട്ട്സൈഡ് ദി റോമൻ എംപയർ. എന്ന് പറഞ്ഞാൽ റോമൻ എംപയറിന് പുറത്തുണ്ടായിരുന്ന, റോമൻ എംപയറിൻ്റെ പാർട്ടാകാതിരുന്ന ക്രിസ്ത്യൻ ചർച്ചസിൻ്റെ പ്രൈമേറ്റ്സ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ചർച്ച് എന്ന് കൊടുത്തിരുന്ന പേരാണ് കാത്തോലിക്കോസ്. അതിന് എക്സാമ്പിൾ ആദ്യമായിട്ട് ഈ കാത്തോലിക്കോസ് എന്ന പേര് വരുന്നത് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് അനുസരിച്ച് നമ്മൾ കേൾക്കുന്നത് പേർഷ്യൻ ചർച്ചിൻ്റെ ഹെഡ്സിനാണ്. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ദ ടൈറ്റിൽ കാത്തോലിക്കോസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ മെട്രോപൊളിറ്റൻ ഓഫ് സെലൂക്യ സ്റ്റേസിഫോൺ ഇൻ ദ പേർഷ്യൻ എംപയർ. സെലൂക്യയിലെ മെട്രോപൊളിറ്റനായ സ്റ്റേസിഫോൺ എന്ന സ്ഥലത്തെ മെട്രോപൊളിറ്റനായ അന്നത്തെ തിരുമേനിക്കാണ്, അന്നത്തെ ഹെഡ് ഓഫ് ദ ചർച്ചിനാണ് കാത്തോലിക്കോസ് എന്ന പേര് ആദ്യമായിട്ട് കിട്ടുന്നത്. ദ പേർഷ്യൻ കൗൺസിൽ ഹെൽഡ് ഇൻ AD 410, 420 and 424 determined the rights and authority of the Catholicos. അപ്പം പേർഷ്യൻ ചർച്ചിൽ നിന്ന് ആദ്യമായിട്ട് ഫോം ചെയ്ത ഈ പർട്ടിക്കുലർ പേര്, അതോടൊപ്പം അതോറിറ്റി ആൻഡ് ടൈറ്റിൽ ആൻഡ് റൈറ്റ്സ് were all determined by the councils of the church held in AD 410, AD 420 and AD 424. മൂന്നാമത് കാത്തോലിക്കേറ്റ് എന്നുള്ള ആ പർട്ടിക്കുലർ നൊട്ടേഷനാണ്. ഡ്യൂറിങ് ദി ഏർലി ഏജസ് ദ ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് ദി എക്സ്പാൻഷൻ ആസ് വെൽ ആസ് ദ ഗ്രോത്ത് ഓഫ് ദ ചർച്ച് വാസ് മോസ്റ്റ്ലി ലോക്കൽ. അപ്പം അങ്ങനെ വരുന്നുണ്ട് കാത്തോലിക്കോസ് എന്നുള്ള പേര് ആദ്യമായിട്ട് മലങ്കരയിൽ യൂസ് ചെയ്യപ്പെട്ടത് 1912. The term Catholicos was first used in Malankara in the year 1912. എന്താണ് 1912 പ്രത്യേകത? 1912 was the year in which Catholicate was relocated from Seleucia to Malankara. That was the time His Holiness Abdul Masih Patrikis came to Malankara and installed as the first Catholicos of Malankara, പേരറിയാമോ? ബസേലിയോസ് പൗലോസ് ഫസ്റ്റ് എന്നുള്ള കാത്തോലിക്കോസിനെ ഇൻസ്റ്റോൾ ചെയ്ത സമയം തൊട്ട് ഇതാണ് നമ്മുടെ സഭയുടെ സുപ്രീം ഹെഡിൻ്റെ
പൊസിഷൻ്റെ പേര് കാതോലിക്കോസ്. ഇതിനു മുമ്പ് സഭയെ ഭരിച്ചിരുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ജാതിക്ക് കർത്തവ്യൻ, ആർച്ച് ഡീക്കൻ, മർത്തോമ മെട്രോപൊളിറ്റൻ, മലങ്കര മെട്രോപൊളിറ്റൻ, ഇവരെല്ലാവരും ഭരിച്ചിരുന്നപ്പോഴും ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ സെയിം അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ് അവരും ചെയ്തിരുന്നത്. എങ്കിൽ പോലും പൊസിഷൻ്റെ പേര് മാത്രം മാറിയിരുന്നു. ദ പൊസിഷൻ ഓഫ് അതോറിറ്റി ഫ്രം വേദത്തലവൻ ടു കാത്തോലിക്കോസ് ഗ്രാജുവലി ഇവോൾവ് ത്രൂ ഹിസ്റ്ററി. എന്ന് പറഞ്ഞാൽ അവരുടെ പൊസിഷൻ്റെ പേര് മാത്രമേ മാറുന്നുള്ളൂ. അവരുടെ റെസ്പോൺസിബിലിറ്റി, എസ്പെഷ്യലി ദി സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് ടു ദി ഷീപ്പ് ഓഫ് ദി church remained same, but it got changed little bit. That's why we say it gradually evolved through the history. എന്നാൽ ചരിത്രത്തിൻ്റെ പല സമയത്തെ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാകും. അവരുടെ ബേസിക് റെസ്പോൺസിബിലിറ്റീസ് മാറിയിട്ടില്ല. അവരുടെ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് റിമെയിൻ സെയിം. ദേ വർ ക്ലോസ് ടു ദി ഷീപ്പ്, and the sheep were too dependent on the spiritual heads for their spiritual matters being considered and presented before God Almighty. ആ കാര്യത്തിൽ മാറ്റങ്ങളൊന്നുമില്ല, അന്നും ഇന്നും അതുതന്നെ. ഫൗണ്ടിങ് ഓഫ് ദി കാതോലിക്കേറ്റ് ആണ് നാലാമതാണ്ടും പഠിക്കാനുള്ളത്. ദ കാതോലിക്കേറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മലങ്കര ഓൺ 15 സെപ്റ്റംബർ 1912. ഞാനിപ്പം പറഞ്ഞു നിർത്തേ ഉള്ളൂ. 1912 കാതോലിക്കേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനിടയായ ആദ്യത്തെ സ്ഥാനാരോഹണം എന്ന് പറഞ്ഞാൽ ദി ഫസ്റ്റ് ഓർഡിനേഷൻ ഓർ കൊറോണേഷൻ ഇൻ മലങ്കര ടുക്ക് പ്ലേസ് ഓൺ 15 സെപ്റ്റംബർ 1912. കാര്യം അന്നത്തെ ദിവസമാണ് മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അന്നാണ് അബ്ദുൽ മസീഹ പാത്രിക്കീസ് അല്ലെങ്കിൽ അബ്ദുൽ മസീഹ് പാത്രിക്കീസ് ഓർഡൈൻഡ് ബസേലിയോസ് പൗലോസ് ഫസ്റ്റ്. ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഫൗണ്ടിങ് ആൻ ഇൻഡിപെൻഡൻറ്റ് കാതോലിക്കേറ്റ് ഇൻ മലങ്കര വാസ് ദി ഇല്ലീഗൽ എക്സ്കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി മലങ്കര മെട്രോപൊളിറ്റൻ മാർ ഡൈനീഷ്യസ് VI. ആദ്യമായിട്ടൊരു കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിച്ചുറപ്പിക്കേണ്ടതിൻ്റെതായിട്ടുള്ള ആവശ്യം വന്നത് അൺഡിസേർവിംഗ് ആയിട്ട് അന്നത്തെ മലങ്കര മെട്രോപൊളിറ്റൻ ആയിരുന്ന ഡൈനീഷ്യസ് VI എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തം പൊസിഷനിൽ നിന്ന് ഒരു ഹയർ പൊസിഷനിലുള്ള വ്യക്തി ഈ വ്യക്തിയെ റിമൂവ് ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം. ഡൈനീഷ്യസ് VI നമുക്ക് വേറൊരു പേര് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് വട്ടശ്ശേരി തിരുമേനി അല്ലെങ്കിൽ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ഡൈനീഷ്യസ്. അദ്ദേഹത്തിൻ്റെ പൊസിഷനാണ് ഡൈനീഷ്യസ് VI. അദ്ദേഹത്തെ റിമൂവ് ചെയ്താരാന്നോട് നമ്മൾ പഠിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. അത്ര ഇമ്പോർട്ടൻസ് ആ പേരിനില്ല എങ്കിൽ പോലും നമ്മൾ പഠിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. സെൻറ്റ് ഡൈനീഷ്യസ് ഓഫ് വട്ടശ്ശേരിൽ വാസ് ഇല്ലീഗലി എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ബൈ മാർ അബ്ദുള്ള പാട്രിയാർക്ക് ഓഫ് ആൻറ്റിയോക്ക്. അപ്പം നമ്മളിപ്പോൾ ഒരു അബ്ദുൽ മസീഹ പാത്രിക്കീസിനെ പറ്റി പറഞ്ഞു. ഇപ്പം എന്തേ കേൾക്കുന്നു? അബ്ദുള്ള പാത്രിക്കീസ് പറഞ്ഞ ഒരാളിനെ പറ്റി പറഞ്ഞു. അങ്ങനെ രണ്ട് പാത്രിക്കീസ് ഒരേ സമയത്ത് വരും. അതിനെപ്പറ്റി നമ്മൾ ആ ഒരു ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വെൻ പാട്രിയാർക്ക് അബ്ദുള്ള ഇല്ലീഗലി ആൻഡ് അൺകനോണിക്കലി എക്സ്കമ്മ്യൂണിക്കേറ്റഡ് മാർ ഡൈനീഷ്യസ് VI അല്ലെങ്കിൽ വട്ടശ്ശേരി തിരുമേനിയെ ഇല്ലീഗലായിട്ടും ഡിസേർവിങ് അല്ലാതായിട്ടും അൺകനോണിക്കലായിട്ടും എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ശരിയല്ല, സ്പിരിച്വലായിട്ട് ശരിയല്ല, ശരിയായ രീതിയിലല്ല, അത്ത രീതിയിലാണ് വട്ടശ്ശേരി തിരുമേനിയെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ആര്? അബ്ദുള്ള പാത്രിക്കീസ്. പെട്ടെന്ന് നമ്മുടെ സ്പിരിച്വൽ ഹെഡിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത്, പണ്ടും മലങ്കര സഭയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് അഹത്തള്ള ബാവയെ കൊല ചെയ്യുന്നതും ഡൈനീഷ്യസ് V പാട്ടുമാർ ഡൈനീഷ്യസിനെ റിമൂവ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒരു വേറൊരു ഡിഫറെൻറ്റ് വേർഷൻ ഉള്ളതേ ഉള്ളൂ ഇപ്പോൾ സംഭവിക്കുന്നത്. വെൻ വട്ടശ്ശേരി തിരുമേനി വാസ് എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ബൈ Abdullah Patriarchis, the people of Malangara approached his predecessor, Patriarch Abdeyad Mashiha, who actually was a canonical patriarch, and convinced him about the need to establish an independent Catholicate in Malangara. എന്തുകൊണ്ടാണ് ലീഗലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പം നേരത്തെ ഒരു പാത്രിക്കീസിനെ പറ്റി പറഞ്ഞു. പാട്രിയാർക്ക് മാർ അബ്ദേദ് മഷിഹ ഹാസ് ബീൻ പൊളിറ്റിക്കലി ഔസ്റ്റഡ് from authority because the Sultan of Turkey had withdrawn the royal recognition to him. പണ്ട് കാലത്തെ പാട്രിയാർക്കീസിന് എസ്പെഷ്യലി അന്ത്യോക്യയിലാണ് അവർ ബേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും they needed to have a royal recognition from the Sultan of Turkey. The Sultan of Turkey was to give a royal approval or recognition to the patriarch who was based in Antioch. റോയൽ റെക്കഗ്നേഷൻ ഇല്ലാതെയായ ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും മാർ അബ്ദേദ് മഷിഹ പാത്രിക്കീസ് വാസ് ദി ലീഗലി ഒഫീഷ്യലി ദ പാട്രിയാർക്ക് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ടൈം. ഇല്ലീഗലായിട്ടുള്ള ഒരു പാട്രിയാർക്കാണ് ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ട അബ്ദുള്ള പാത്രിക്കീസ്. ഈ പാത്രിക്കീസാണ് വട്ടശ്ശേരി തിരുമേനിയെ എക്സ്കമ്മ്യൂണിക്കേറ്റ്. അപ്പം ചുരുക്കത്തിൽ ഇല്ലീഗലായിട്ടുള്ള ഒരാളിനെ ഒഫീഷ്യലായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ
പ്രോസസ്സിന് പോലും ഒരു ലീഗൽ ഇമ്പോർട്ടൻസ് വരത്തില്ല. ബിക്കോസ് ഓഫ് ദി കംപ്ലയിൻറ്റ്സ് റൈസ്ഡ് ബൈ ദി ചർച്ച് ഇൻ മലങ്കര, Patriarch Abded Mashiach arrived in Malangara in 1912. ഇങ്ങനെയുള്ള പേരുകൾ ശ്രദ്ധിച്ചോണം. He elevated Paulos Mar Ivanios Murimattathil as the first Catholic with the title Moran Mar Baselios Paulos I. The enthronement took place at Nernam Church. Date ഞാൻ നേരത്തെ പറഞ്ഞു. It was on 15 September 1912. Thus the Catholicate, which is a symbol of its independent status, became a reality in the Malangara Orthodox Church. അപ്പോൾ ഇത്ര നാളും കാതോലിക്കേറ്റ് എന്നുള്ള പേര് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ കേട്ട് മാത്രമേ പരിചയമുള്ളൂ. 1912 കാതോലിക്കേറ്റ് എന്നുള്ള ആ പർട്ടിക്കുലർ പൊസിഷൻ, അത്രയും നാളത്തെ ഒരു ഡ്രീം, ഇറ്റ് ഈസ് എ ഡ്രീം ഓഫ് ഓൾ മലങ്കര ചർച്ച് മെമ്പേഴ്സ് that became fulfilled by the ordination of Baselios Paulos I. When Mar Dionysius VI, അതായത് വട്ടശ്ശേരി തിരുമേനി, passed away in the year 1934, വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്ത് 1934 1929 മൂന്നാമത്തെ കാതോലിക്കോസ് സ്ഥാനാരോഹണം ചെയ്തു, ബെസേലിയോസ് ഗീവർഗീസ് സെക്കൻഡ്. അപ്പോൾ ആ സമയത്ത് ഈ രണ്ട് പൊസിഷൻസ് ഒന്നിച്ച് മെർജ് ചെയ്യും. ഫ്രം ദി ഇയർ 1934 onwards, these two positions were merged together. So from that particular year onwards, 1934 onwards, the position of Malangara Metropolitan as well as Catholicos was merged together into one particular person. Thereafter, all the succeeding Catholicoses held both the positions. തുടർന്ന് വന്ന എല്ലാ കാതോലിക്കോസ്, ഇപ്പോഴത്തെ നമ്മുടെ ബെസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ വരെ ഈ രണ്ട് പൊസിഷൻസും ഒന്നിച്ച് ആണ് വഹിച്ചിരിക്കുന്നത്. In 1934, Malangara Orthodox Church drafted and adopted its own constitution. 1934 കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്നും റിലവൻ്റ് ആയിട്ടുള്ള, ഇന്നും പല കേസുകളിലും പല കോൺഫ്ലിക്റ്റിനകത്തും എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു ടേമാണ്. ദി മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ഷാൽ ബി റൂൾഡ് ആസ് പെർ ദി നോംസ് ആൻഡ് കണ്ടീഷൻസ് റിട്ടൺ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് വാസ് മെയ്ഡ് ഇൻ 1934. അപ്പം 1934 കോൺസ്റ്റിറ്റ്യൂഷൻ വഴി എന്തൊക്കെയാണോ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അതിനകത്ത് മാറ്റമൊന്നും വരുത്താതെ അതുപോലെയാണ് മലങ്കര ഓർത്തഡോക്സ് ചർച്ചിലെ ഓരോ പള്ളികളും ഭരിക്കപ്പെടേണ്ടതെന്നാണ് അന്ന് എഴുതി വെച്ചത്. ഈ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് വിശ്വസിക്കാനൊക്കാത്ത ചില കാര്യങ്ങൾ നടത്തുന്നത്, അതിനെപ്പറ്റി എന്ന് പറയാം. 1934 കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രാഫ്റ്റഡ് ബൈ വട്ടശ്ശേരി തിരുമേനി. ബട്ട് ബിഫോർ ഡ്രാഫ്റ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദി മെട്രോപൊളിറ്റൻ വട്ടശ്ശേരി മാർ ഡൈനീഷ്യസ് VI had decided to observe lengths of 40 days each. പല സന്ദർഭങ്ങളായിട്ട് സഭയുടെ ഔപചാരികമായിട്ടുള്ള നോമ്പുകളല്ലാത്തതാണെങ്കിൽ പോലും സ്വന്തമായിട്ട് ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് സ്വന്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് 40 ദിവസത്തെ നൊയമ്പ് സ്വന്തമായിട്ട് ആചരിച്ചിരുന്നു. എന്നാൽ ഭക്ഷണവും വെള്ളവുമൊക്കെ വെടിഞ്ഞ് വൈകുന്നേരം ഒരു നേരത്ത് മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് 40 ദിവസത്തെ നൊയമ്പുകൾ തിരുമേനി സ്വയമായിട്ട് ആചരിച്ചിരുന്നു. അത്ര ശക്തമായിട്ട് ഡെഡിക്കേറ്റഡായിട്ട് ചെയ്ത ഈ നൊയമ്പുകൾക്ക് ശേഷമാണ് ഓരോ ഡ്രാഫ്റ്റിൻ്റെ ഓരോ പോയിൻറ്റ്സും വട്ടശ്ശേരി എഴുതിക്കൊണ്ടത്. അതുകൊണ്ട് അങ്ങനെ ശക്തമായ ഡെഡിക്കേഷൻ കൊണ്ട് ചെയ്തതായതുകൊണ്ട് ആ 1934 എഴുതപ്പെട്ട ആ ഡ്രാഫ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിൽ റിമെയിൻസ് സ്ട്രോങ്. നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ്, നോബഡി ക്യാൻ ബ്രേക്ക് ഇറ്റ്, നോബഡി ക്യാൻ ഓവർ റൂൾ ഇറ്റ്. ഈവൻ അവർ ഇന്ത്യൻ സുപ്രീം കോർട്ട് ഹാഡ് ഡിസൈഡഡ് ദാറ്റ് 1934 കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് വെരി സ്ട്രോങ്. എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1947 അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്യുന്നത് 1950 അതിലും 16 years മുമ്പാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച്, മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള, അത്രയും കൂടുതൽ പഠിച്ചിട്ടുള്ള, അത്രയും ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും, ഡീപ്ലി സ്റ്റഡീഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ. The Malangara Church could uphold its identity and independence through this constitution. അപ്പം അന്നത്തെ ആ ഒരു സെൽഫ് ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വാസ് കൺഫേംഡ് ആൻഡ് സ്ട്രെങ്തൻഡ് ബൈ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് സഭയ്ക്ക് ഇത്രമാത്രം ആഴത്തിലുള്ള വേരുകളുണ്ടെന്നും ആഴത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ടെന്നും സ്പിരിച്വലായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും തെളിയിക്കപ്പെട്ടത്. ഇറ്റ് ഡിക്ലെയർഡ് unequivocally that the Catholicos was the spiritual and the material head of the Malangara Orthodox Church. ഒരു സംശയമില്ലാത്തതുപോലെ അണ്ടർലൈൻ ചെയ്ത് കൺഫേം ചെയ്തു എന്ത്? The Catholicos was the spiritual and the material head of the Malangara Church.
കാതോലിക്കേഴ്സ് മാത്രമാണ് മലങ്കര ഓർത്തഡോക്സ് ചർച്ചിൻ്റെ സ്പിരിച്വൽ ആസ് വെൽ ആസ് ദി മെറ്റീരിയൽ ഹെഡ്. Just as Catholicate and Mafrianate were founded in Persian, Seleucia and Tigris, respectively in accordance with the specific circumstances prevailing there. The specific circumstances in Malankara too necessitated the establishment of the Catholicate here. അതിനെപ്പറ്റി ഒരു 2 അഡീഷണൽ സെൻറ്റൻസ് പറയാം. പേർഷ്യൻ സെലൂക്കയിലും ടൈഗ്രിസിലും കാതോലിക്കേറ്റും മഫ്രിയാനേറ്റും എന്ന് പറഞ്ഞ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. മഫ്രിയാനേറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ 2 അന്നത്തെ സ്പെസിഫിക് സിറ്റുവേഷൻസ് അനുസരിച്ചാണ് ഇത് 2 ഫോം ചെയ്തത്. ഇതുപോലെ തന്നെ കാതോലിക്കേറ്റ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാനുള്ള റീസണും ഇവിടുത്തെ സ്പെസിഫിക് സർക്കംസ്റ്റാൻസ് അനുസരിച്ചാണ് ഉണ്ടാക്കുക. അതനുസരിച്ച് അതിൻ്റെ സ്പിരിച്വൽ ഹെഡെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാവുന്ന പാട്രിയാർക്ക് തന്നെ ഒരു കാതോലിക്കോസിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെയാണ് കാതോലിക്കേറ്റ് ഇവിടെ ഫോം ചെയ്തതും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഇന്നും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് തുടരുന്നതും. കാതോലിക്കേറ്റ് ഓഫ് മലങ്കര എക്സിസ്റ്റ് ടുഡേ ആസ് എ ഗോൾഡൻ ലാമ്പ് ഇൻ അവർ ചർച്ച് ഹിസ്റ്ററി. നമ്മൾ ഗോൾഡൻ ലാമ്പിനെ പറ്റിയുള്ള കഥകളൊക്കെ ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങൾ അടങ്ങുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ മക്കളെ സംബന്ധിച്ചിടത്തോളം കാതോലിക്കേറ്റ് ഓഫ് മലങ്കര എക്സിസ്റ്റ് ആസ് എ ഗോൾഡൻ ലാമ്പ് ഇൻ അവർ ചർച്ച് ഹിസ്റ്ററി. ആ ഗോൾഡൻ ലാമ്പ് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ ഗ്ലോ ആൻഡ് പവർ ശരിയായ രീതിയിൽ കണ്ടും കേട്ടും ഉൾക്കൊണ്ടും അബ്സോർബ് ചെയ്തും അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെയും ചുമതല. പണ്ട് കാലത്ത് കിട്ടിയിരുന്ന ആ ട്രഡിഷൻ ആൻഡ് ഫെയ്ത്ത് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസോടുകൂടി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കാതോലിക്കേറ്റിൻ്റെ ഇപ്പോഴത്തെ കാതോലിക്കോസായ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഭയ്ക്ക് വേണ്ടി സ്വയം ഡെഡിക്കേറ്റഡ് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെയും ചുമതല. അത് നമ്മളെ സ്പിരിച്വലായിട്ടും പേഴ്സണാലിറ്റി വൈസായിട്ടും നമ്മളെ വളർത്തും എന്നുള്ള കാര്യം സംശയമില്ല. ആ ഒരു വിശ്വാസത്തോടുകൂടി ആയിരിക്കണം ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ ദ കാതോലിക്കേറ്റ് ഓഫ് ദ മലങ്കര ക്യാൻ ബി കൺസിഡർഡ് ആസ് ദി most important institution which we have to look forward, and we will grow and progress with the growth of the Catholicate in Malankara. The chapter ends here. We have to look forward, growing ourselves and working for the glory and growth of Malankara Orthodox Church. May God bless you all. Thank you so much.